ജവാലകൻ ഇന്നും മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയുടെ വായന ലൂക്കയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് നിന്ന് അവൻ പറയുന്നു, സ്നേഹിത, നീ 3 അപ്പമായപ്പോൾ തരിക. ഒരു സ്നേഹിതൻ യാത്രാ മധ്യേ ഇടയ്ക്ക് വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്തു നിന്ന് മറുപടി പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടിച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവൻ വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾക്ക് മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിന് കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിന് കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടാംഗങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവ് നൽകുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവം എന്നാണ്. തേനീച്ചകൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് തേനാണ്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മൃദുവും രുചികരവും പോഷക മൂല്യമുള്ളതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണമാണ് തേൻ. അമ്മയുടെ വാത്സല്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് താൻ. ദൈവപിതാവ് തന്നോട് ചോദിക്കുന്ന മക്കൾക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. എത്രയധികമായി ആത്മാവ് നൽകിയില്ല എന്നാണ് വായനയിൽ ശ്രദ്ധിച്ചത്. തൻ്റെ ആത്മാവിനേക്കാൾ നല്ലതായി തൻ്റെ മക്കൾക്ക് നൽകാൻ ദൈവം മറ്റൊന്നും കാണുന്നില്ല. പെലിക്കൻ പക്ഷി തൻ്റെ കൊക്ക് കണ്ട് സ്വന്തം നെഞ്ച് കുത്തിപ്പൊട്ടിച്ച് വരുന്ന രക്തം നൽകിയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുക. നമ്മളെ അമ്മമാർ തങ്ങളുടെ രക്തത്തിൻ്റെ മറുരൂപമായി അമ്മിഞ്ഞിയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുക. ദൈവാത്മാവിനെ സ്വീകരിക്കുന്നവരിൽ ദൈവാത്മാവിന് നന്മകളുണ്ടാകും. ദൈവം തരുന്ന ദൈവാത്മാവിനെ അർദ്ധരാത്രിയിൽ സുഹൃത്തിൻ്റെ ഉപമയിലൂടെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ 3 അപ്പം ചോദിച്ചാണ് അർദ്ധരാത്രി സുഹൃത്ത് വരുന്നത്. ഒരാൾക്ക് വിശപ്പെടുക്കാനുള്ള നാട്ടു നടപ്പാണ് 3 അപ്പം. അനുഗ്രഹസമ്പന്ന ദൈവത്തിന് 3 അല്ല 3000 നൽകാൻ കഴിവുള്ളവനാണ്. സുഹൃത്തിന് വീട്ടിൽ പാതിരിക്ക് എത്തുന്നത് ശല്യമാണ്. ഭാര്യയും മക്കളും കന്നുകാലികളടക്കം ഒറ്റമുറി സംവിധാനത്തിലാണ് താമസിക്കുന്നവർ. എളുപ്പത്തിൽ അടയ്ക്കാവുന്നതും തുറക്കാവുന്നതും അല്ല വീടിൻ്റെ വാതിൽ. കല്ലുകൊണ്ട് ഉള്ള പലയോ ഒറ്റ തടി കൊണ്ടുള്ള പലയൊക്കെ ആയിരിക്കും ഇടയക്കുടിലുകളുടെ വാതിലുകൾ. പാതിരിക്ക് പുലർച്ചയ്ക്കോ എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്താണ് ദൈവം. മനുഷ്യനെ പോലെ ഉറങ്ങുന്നവനല്ല ദൈവം. ദൈവം സദാ ഉണർന്നിരിക്കുന്നു. സ്നേഹിതൻ്റെ അഭ്യർത്ഥന ശല്യമല്ല. മക്കളുടെ ശബ്ദം കേൾക്കുന്നത് തന്നെ പപ്പയ്ക്ക് സന്തോഷകരമായിരിക്കുന്നത് പോലെ മക്കൾ പ്രാർത്ഥിക്കാതെയും വിളിക്കാതെയും ഇരിക്കുന്നതാണ് ദൈവപിതാവിൻ്റെ വിഷമം. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടും കൊടുത്തും ജീവിക്കുന്നതാണ് സൗഹൃദത്തിൻ്റെ ഊഷ്മത ശക്തിപ്പെടുത്തുന്നത്. കള്ളന്മാരുടെ അക്രമം, ശത്രുക്കളുടെ ദ്രോഹങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടുകൾ, പ്രസവം, മരണം എന്നിവയെല്ലാം സുഹൃത്തുക്കളുടെ സഹായം നിസ്സാരമല്ല. സൗഹൃദമില്ലാതെയും ആരോടും സഹകരിക്കാതെയും ജീവിതം നയിക്കുന്നത് ദുർവഹമാണ്. ഏത് പ്രതിസന്ധിയിലും മനുഷ്യൻ ആദ്യം വിളിക്കുന്ന ദൈവത്തെയാണെന്ന് നമ്മൾ ഓർക്കുക.